ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അബ്ജോസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്ന വണ്ടി ഹോണ്ട സിറ്റി ടൈപ്പ് 2, അതും ഒരു ഫുള്ളി മോഡിഫൈഡ് ചെയ്ത ഒരു വണ്ടിയാണ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ച ഒരു വണ്ടിയാണ്, നല്ല രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വണ്ടി ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു 2000 മോഡൽ 1.5 പെട്രോള് ഒരു കിഡിലൻ മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കളർ തന്നെയാണ്. കളറ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓൾറെഡി നമുക്ക് ഈ കളറിൽ പല വാഹനങ്ങളും ഇപ്പം നമ്മുടെ കേരളത്തിലുണ്ട്. ഓട്ടോഷോയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്പെഷ്യലി ഒരു കളർ ഇറക്കിയതാണ് ഇതും. അതുപോലെ തന്നെ മറ്റ് ഒരു സൈസ് ബ്ലൂ, അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ വേറൊരു സൈസ് ബ്ലൂ ഉണ്ട്. ഇപ്പം ഇതൊരു വയലറ്റ് പോലത്തെ ഒരു ഡാർക്കിഷ് വയലറ്റ് പോലത്തെ ഒരു കളറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2000 മോഡലായിട്ടുള്ള വണ്ടിയാണ്. 2000 ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. ഒരു 4-5 മാസത്തിന് ശേഷം ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റ് ആയതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൾറെഡി ഇത് കുറച്ച് വർക്കുകൾ ഒന്ന് മാറ്റിയിട്ട് ഇത് ചെയ്താൽ മതി. അതായത് സ്കേർട്ട് അടിച്ചിട്ടുണ്ട്, സ്പോയിലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കേർട്ട് സ്പോയിലറും അലോയും മാറ്റി നോർമൽ ടയർ കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് നേരെ അവിടെ കൊണ്ടുപോയാൽ മതി. RTOനെ കാണിച്ചാലും നമുക്ക് നല്ല രീതിയിൽ ഒരു കൺസൾട്ടിനെ ഏൽപ്പിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് ചെയ്തു തരാൻ പറ്റിയ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും ഒരു മോഡിഫൈഡ് ഹോണ്ട സിറ്റി നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഓട്ടോഷോ തന്നെ കേട്ടോ. പിന്നെ റോട്ടിൽ കൂടി ഓടിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ വർക്ക് ഒരുപാടുണ്ട്. ഈ ഒരു ഇതൊക്കെ അടിച്ചേക്കുന്നത്, വീലാർച്ചൊക്കെ അടിച്ചേക്കുന്നത്, അതൊക്കെ മാറ്റിക്കഴിഞ്ഞാലും ടയറ് നോർമൽ ടയർ വേറെ അലോയി ഇട്ടാലും നമുക്ക് റോട്ടിൽ കൂടെ ഓടിക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഈ ഒരു അലോയും ടയറും വേറെ ആയിരുന്നു കിടന്നുവെച്ചത്, ഒരു BBSൻ്റെ ആയിരുന്നു. അപ്പോൾ നമുക്കിത് വീട്ടിൽ ഉള്ള ഒരു അലോയും ടയറാണ്. അത് നേരെ ജസ്റ്റ് കയറ്റിയതാണ്. ഇതിട്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷെ അതിലും ഒരു വെറൈറ്റി ഭംഗി തന്നെയാണ് BBSൻ്റെ അലോയ്ക്ക്. അപ്പോൾ അത് ഇട്ട് വേണമെങ്കിൽ അതിട്ട് തരാം. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്റ്റോക്ക്, അതായത് ഇൻറ്റീരിയർ, ഔട്ട്സൈഡ്, റണ്ണിങ്, പിന്നെ എൻജിൻ സൈഡ് നല്ല എൻജിനാണ്. പിന്നെ വരുന്നൊരു എക്സോസ്റ്റ് വളരെ ബെറ്റർ ആണ്. ഞാനെല്ലാം കാണിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. കാരണം ഇതുപോലത്തെ വാഹനങ്ങളും മോഹവണ്ടികൾ ഒരുപാട് വരുന്നുണ്ട്, വെറൈറ്റി വണ്ടികൾ, പുതിയ വണ്ടികൾ, എല്ലാം നല്ല രീതിയിലുള്ള വാഹനങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കളർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ലുക്ക് വൈസ് നോക്കുമ്പോഴും നൈസ് ലുക്കാണ്. എനിക്ക് വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ട്. പിന്നെ എന്താ പറയുക, മോഡിഫൈഡ് ആണ്, ഫുള്ളി മോഡിഫൈഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എക്സോസ്റ്റ് ഉണ്ട്, പിന്നെ ലോ പ്രൊഫൈൽ ടയർ, സ്കേർട്ട്, സ്പോയിലർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. പിന്നെ കളർ വെറൈറ്റി കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ. പിന്നെ KL7 വാഹനമാണ്. ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഒരു ഒക്കെ മാറ്റിയിട്ടുണ്ട്, ഹോണ്ടയുടെ എംബ്ലം ലോഗോ മാറ്റിയിട്ടുണ്ട്. പിന്നെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ്ങിൽ ബെറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ 2 ഹോണ്ട സിറ്റി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ഇതും ഒരു ബ്ലാക്ക് ഹോണ്ട സിറ്റി. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ച് സിംഗിൾ വീഡിയോ ഇത് ചെയ്യണം, പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വന്നേ ഉള്ളൂ, നമുക്കപ്പോൾ ഒരു സിംഗിൾ വീഡിയോ വരുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ അലോയൊക്കെ കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ക ക്വാളിറ്റിയിലുള്ള നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി. പിന്നെ സ്പോയിലർ എടുത്ത് പറയേണ്ട ഒരു സ്പോയിലറാണ് കേട്ടോ, പക്ക ക്വാളിറ്റിയിലെ സ്പോയിലറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്പർ അത്യാവശ്യം KL7AA ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു 1733 എന്നാണ്, 1177 എന്നാണെങ്കിൽ കുറച്ചൊരു ഫാൻസി നമ്പറായനെ. പിന്നെ സ്കേർട്ട് ഒരു വെറൈറ്റി സ്കേർട്ടാണ്, ഫുള്ളി താഴത്തേക്ക് മൊത്തം ലോ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു എക്സോസ്റ്റ് വലിയ ഒരു ടൈപ്പ്. അതുപോലെ തന്നെ അവിടെ ഒരു എക്സോസ്റ്റിൻ്റെ ഒരു ഇതും വെച്ചിട്ടുണ്ട്, ഒറ്റ എക്സോസ്റ്റാണ് വരുന്നത് ഒരു സൈഡ്. പിന്നെ സെൻസർ പക്ഷേ ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. ഇത്രയും വർഷം പഴകിയ വണ്ടിയാണ്, സെൻസർ ചിലപ്പോൾ വർക്ക് ആവണമെന്നും ഉണ്ടാവില്ല. പിന്നെ റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ തന്നെയാണ്, ക്വാളിറ്റിയും കുഴപ്പമൊന്നുമില്ല. പിന്നെ ടിൻഡ് ബാക്ക് സൈഡ് ഫുള്ള് ടിൻഡ് അടിച്ചിട്ടുണ്ട്, ഫ്രണ്ട് രണ്ടും ടിൻഡല്ല. ലോവറുടെ ലുക്ക് തന്നെയാണ്. നമുക്ക് ഈ ഒരു വീലാർച്ചൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. അത് മോഡിഫൈഡ് ഓട്ടോഷോ എന്നുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ എടുക്കുന്നവർക്ക് എന്തും കൊണ്ടും ബെറ്ററാണ്. ടയർ നമ്മൾ എടുത്തു പറഞ്ഞ ടയറാണ്, പുതുപുത്തൻ ടയറാണ്. നമ്മുടെ കയ്യിൽ കിടന്നുവെച്ച ഒരു അലോയി നേരെ മുന്നൊരു ഹോണ്ട സിറ്റി ഉണ്ടായി, അപ്പോൾ ആ അലോയി കൊണ്ട് കയറ്റിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ടയറും അലോയൊക്കെ തന്നെയാണ്. പിന്നെ
ക്ലിപ്പ് രണ്ട് സൈഡും ജസ്റ്റ് ഒരു ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അടി തട്ടി പൊട്ടണ ഒരു സീൻ, അതായത് ലോവറായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അടി തട്ടി പൊട്ടണ ഒരു സീൻ ആയതുകൊണ്ടാണ് നമ്മൾ ക്ലിപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഒരു ഫ്രണ്ട് ലുക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്ഷനും ഫീൽ കാര്യങ്ങളൊക്കെ തോന്നിക്കുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ ഇത് ഓണർഷിപ്പൊക്കെ കൂടുതലായിരിക്കും, 8-9 ആയിരിക്കുള്ളൂ. ഓണർഷിപ്പ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ മോഹ വണ്ടിയാണ്, നമുക്ക് നേരെ എടുക്കുക, ജസ്റ്റ് ഓട്ടോ ഷോയ്ക്ക് എന്ന രീതിയിലോ അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഓടിച്ചെടുക്കാനും കുഴപ്പമൊന്നുമില്ലാത്ത നല്ല വണ്ടികളാണ്. ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ സ്പെഷ്യലി എടുത്ത് പറയേണ്ട ഇന്റീരിയർ നല്ല സീറ്റൊക്കെ നല്ല ലെതർ സീറ്റാണ്, റെഡ് ആൻഡ് ബ്ലാക്ക് ആകുമ്പോൾ. റൂഫ് ടോപ്പ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ RPM മീറ്റർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മോമോ സ്റ്റിയറിങ്ങും ഗിയർ ലിവറൊക്കെ മാറ്റി മറ്റേ വലുത് വെച്ചിട്ടുണ്ട്. AC പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്വാളിറ്റിയിൽ വർക്കിങ്ങിലൊക്കെ ചെയ്യുന്ന നല്ലൊരു വണ്ടി തന്നെയാണ്. പിന്നെ സ്പെഷ്യലി നമുക്ക് അതിൻ്റെ എൻജിൻ സൈഡും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് വെയിൽ വന്നതിൻ്റെ ആ ഒരു ഇത് ഉണ്ട് കേട്ടോ. എൻജിൻ സൈഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എഞ്ചിനാണ്. മുന്നത്തെ RT എടുത്തിട്ട് നമുക്ക് നേരെ ഫുള്ള് ഇത് ചെയ്തിട്ടുണ്ട് എൻജിൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു എഞ്ചിനാണ്. പുതിയ ബാറ്ററിയാണ്, ബാറ്ററി വന്നത് ഇതാണ്, പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമൽ എഞ്ചിനൊക്കെയാണ്. അത് പവർ പെർഫോമൻസ് ഒക്കെ ഉണ്ട്, വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല. ഞാൻ 2-3 ദിവസം ഓടിച്ചുകൊണ്ട് നടന്നപ്പോഴും എനിക്ക് തോന്നിയ ഒരു ഫീൽ ഗുഡായിട്ട് തോന്നിയ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ. നമുക്ക് ഇനിയിപ്പോൾ റണ്ണിങ്ങും കൂടി കാണാം. റണ്ണിങ്, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ റണ്ണിങ് കൂടി കണ്ടിട്ട് നമുക്ക് വിലവരത്തിലേക്ക് വരാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് കൂടി ഒന്ന് കേൾപ്പിച്ച് തരാം. അത്യാവശ്യം നല്ല ഒരു എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് വണ്ടിക്ക്. അത്യാവശ്യം എന്താ പറയുക, നല്ല സൗണ്ടാണ്. നമുക്ക് കാല് കൂടുതൽ കൊടുക്കുമ്പോൾ ലൗഡർ ആയിട്ട് വരുന്ന ഒരു സൗണ്ടാണ് ഒരു എക്സോസ്റ്റ് കേട്ടോ. ഇതിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോർമൽ ഒരു എക്സോസ്റ്റ്, നോർമൽ സൗണ്ടാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഹോണ്ട സിറ്റി ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിക്കണേക്ക് തന്നെ സീറ്റ് ബെൽറ്റ് ആവശ്യമാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കാര്യങ്ങളുണ്ടാകും. ഓൾറെഡി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, ഞാൻ ഗിയർ ഇട്ടിട്ടുണ്ട്. പിന്നെ AC 3 ആണ് ഇട്ടേക്കണത്. 4 നല്ല കൂളുണ്ട്, എന്നാലും എനിക്ക് 3 മതിയായതുകൊണ്ട് 3 3 നല്ല കൂളാണ്. പിന്നെ ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഹോണ്ട സിറ്റി. ഹോണ്ടയുടെ സിറ്റി മാത്രമല്ല, ഹോണ്ടയുടെ എല്ലാ വണ്ടിയും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് 1.5 പെട്രോൾ വണ്ടി. 1.5 ആയതുകൊണ്ട് തന്നെ ഓടിക്കുമ്പോഴുള്ള പവറും ഫീലിങ്ങും അതൊരു 1.5 ഫീലാണ്. ഓൾറെഡി എനിക്ക് ഏറ്റവും കൂടുതൽ സെയിലിംഗ് ഉള്ളത് ഈ ഒരു ഹോണ്ട സിറ്റി ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം എനിക്ക് എന്തോരം കംഫർട്ടാണെന്ന് എനിക്കറിയാം. കാരണം അത് ബിഗിനേഴ്സായിട്ട് വരുന്നവർക്കും മുന്നേ ഓടിച്ച് ശീലമുള്ളവർക്കും ഹോണ്ടയുടെ എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ ഇരിക്കുള്ളൂ യാത്രാസുഖം. ഒരു പെർഫെക്റ്റ് ഇരിപ്പ് വെച്ചൊക്കെ ഇരിക്കുള്ളൂ. അതുപോലെ തന്നെ ലോങ് ഡ്രൈവ് ആയാലും ഓഫ് റോഡ് ആയാലും ഇൻറോഡ് ആയാലും ബൈ റോഡ് ആയാലും എങ്ങനെ ആയാലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇത് മോമോ സ്റ്റിയറിംഗ് ഒക്കെ ഇട്ടേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീതി കൂടിയ ഒരു ടയറൊക്കെ ഇട്ടേക്കുന്നുണ്ട്. ചെറിയൊരു ടൈറ്റ് നമുക്ക് സ്റ്റിയറിംഗ് മേൽ അനുഭവപ്പെടും. പിന്നെ സൗണ്ട് ഓൾറെഡി ചെറിയ രീതിയിലുള്ള സൗണ്ട് അകത്തേക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അത് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഗ്ലാസ് താഴ്ത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല രീതിയിൽ സൗണ്ട് കിട്ടും. കണ്ട, നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാവും. ഗ്ലാസ് അടച്ചിടുമ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. ലൗഡർ ഹെഡറിൽ നിന്ന് തന്നെ കൊടുത്തേക്കണ ഒരു ലൗഡർ എക്സോസ്റ്റ് ആണ്, അത് വാൽവർട്ടോണിക് അല്ല. പിന്നെ നമുക്ക് സ്ലോവിൽ പോകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ല. ചെറിയ രീതിയിൽ കാല് കൊടുത്ത് പോകുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. ഓവറായിട്ട് കാല് കൊടുക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും. പിന്നെ ഈ RPM മീറ്റർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇത് നമുക്ക് ഓഫ് ചെയ്ത് ഇടാനും പറ്റും. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് സ്റ്റീരിയോ, നല്ല രീതിയിൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ബ്ലൂടൂത്ത് എല്ലാം അടങ്ങുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ പേപ്പർ നമുക്കിനിപ്പോൾ പുതിയ പേപ്പർ എടുക്കേണ്ട ഒരു ഇത് തന്നെയാണ്. നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇനിയും ഒരു 5 വർഷത്തേക്ക് മോഡിഫൈഡ് എന്ന കാറ്റഗറിയിലോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ മേടിച്ചിടാനോ പറ്റാവുന്ന നല്ലൊരു വണ്ടിയാണ്. ക്വാളിറ്റി വശം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ്. ഇന്റീരിയർ ഭാഗമൊക്കെ വരെങ്കിലും നല്ല ഫിറ്റാണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യമോ അതായത് എൻജിൻ പരമായിട്ടോ കംപ്ലൈൻറ്റോ ബോഡി പാച്ചോ അങ്ങനെ അധികം ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം എന്താ പറയുക, എടുക്കുന്നവർക്ക് മുതലാവും. പിന്നെ ഈ ഒരു കളർ ഒരു അട്രാക്ഷൻ കളറാണ്. പുറമേ നമുക്ക് ഓടി വരുമ്പോഴുള്ള ഫീൽ ഒരു 1.5 ഫീലാണ്.
അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറിയ റോട്ടിൽ നിന്ന് വലിയ റോട്ടിലേക്ക് കയറി ഞാൻ നോർമലി ഉള്ള ഒരു ഡ്രൈവിംഗ് തന്നെ ഞാൻ ചെയ്യണത്. വളരെ കൂളായിട്ട് തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് വണ്ടിയാണ്. പിന്നെ ഓട്ടോഷോയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓട്ടോഷോ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ്. കുറച്ചും കൂടി വർക്ക് എനിക്കൊന്ന് വാൾവർട്ടോണിക് എക്സോസ്റ്റ് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല, വേറെ വർക്ക് കാര്യമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പവർ, ഞാൻ ഒരു സ്ട്രേറ്റ് റോഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പവർ കാണിച്ചു തരാം. സൗണ്ട് ഒരു രക്ഷയില്ലാത്ത നൈസ് സൗണ്ടാണ്. എല്ലാവരും നമ്മളെ നോക്കി പോവും, അങ്ങനത്തെ ഒരു രീതിയിലെ സൗണ്ടാണ് ഒരു വാഹനത്തിൽ വരുന്നത്. എക്സോസ്റ്റ് അതുപോലെ തന്നെ പവർ നല്ല രീതിയിലെ പവറാണ്. എക്സോസ്റ്റും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ പറയാ, 2000 മോഡലായിട്ടുള്ള വണ്ടിയാണ്. ഇത്തരത്തിലുള്ള പഴയ വാഹനങ്ങൾ എന്താ പറയാ, ഒരു മോഹവണ്ടി പോലെയാണ് നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാവരും എടുക്കുന്നുണ്ട്, ഒരു മോഡിഫൈഡ് എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു സൈഡിൽ ഒരു വണ്ടി വേണം, അങ്ങനെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പേഴ്സണൽ യൂസ് ചെയ്യാനും ചിലവർ എടുക്കുന്നുണ്ട്. നമുക്ക് ഈ കളറിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു മോഡിഫൈഡ് ഒന്നും ചെയ്യാണ്ട് ഈ കളർ തന്നെ ആക്കിയിട്ട് നോർമൽ സ്റ്റോക്ക് ലുക്ക് ആക്കിയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റാവുന്ന ഒരു വണ്ടി തന്നെയാണ്. ഈ കളറ് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ അലോയ് 17 ഇഞ്ച് ലോ പ്രൊഫൈൽ അലോയ് ആണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു അലോയ് ആണ്. 205 40 17 അങ്ങനെയായിട്ടാണ് ടയർ സൈസ് വരുന്നത്. ഇപ്പോൾ ലോ പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ താഴെ നിങ്ങൾ നിൽക്കുകയാണ്. സ്കേറ്റ് സ്പോയിലറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ലോവർ സ്പ്രിംഗ് ഇടേണ്ട ആവശ്യമില്ല. ലോവർ സ്പ്രിംഗ് ഇട്ട് ഒന്നും കൂടി താഴെ നമുക്ക് മുട്ടാൻ പറ്റും, അടിവശം മുട്ടും. അപ്പോൾ തന്നെ ഓൾറെഡി താഴ്ന്നു കിടക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കണ്ട ഫാസ്റ്റ് നേരെയുള്ള റൂട്ടിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഫാസ്റ്റ് കൂളായിട്ട് തന്നെ ഇരുന്ന് പോകാൻ പറ്റിയ വണ്ടികളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ. അപ്പോൾ ഗൈസ്, ഞാൻ അധികം വലിച്ചിടുന്നില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ഒരു സിംഗിൾ വീഡിയോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിംഗിൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. നല്ല AC ഒക്കെ നല്ല കൂളിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ തേർഡിലായിട്ടേക്കണേ, നല്ല കൂളിംഗ് ആണ്. പിന്നെ വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നും എഞ്ചിൻ ബ്രേക്കൊന്നുമില്ല. എടുക്കുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. അതിപ്പോൾ ഏത് കാറ്റഗറിയിലായാലും ഉപയോഗിക്കാം. പിന്നെ ഇൻറ്റീരിയറൊക്കെ നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വില വിവരത്തിലേക്ക് വരാം, അധികം വലിച്ചു നീട്ടുന്നില്ല. എന്നിട്ട് നമുക്ക് മറ്റേ ഡീറ്റെയിൽ കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2 2000 മോഡലായിട്ടുള്ള 1.5 പെട്രോൾ വാഹനം ഏകദേശം 1,00,000 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, റണ്ണിങ്, എൻജിൻ സൈഡ് എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പോൾ ഇത് ഫുള്ളി മോഡിഫൈഡ് തന്നെ നമുക്ക് പറയാൻ പറ്റാവുന്ന നല്ലൊരു അട്രാക്ഷൻ കളറിൽ കിട്ടിയേക്കണ വാഹനമാണ് ഈ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 2.25 ലക്ഷം രൂപ. അത് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യും. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനുള്ള വണ്ടിയാണ്. ആ ഒരു രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 15 രൂപ റേഞ്ചൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസും കുറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വന്നവർക്ക് നെഗോഷ്യബിൾ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരെ റെഡി ക്യാഷായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി എന്താ പറയുക, കാണാൻ ലുക്കുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഹോണ്ട സിറ്റിയാണ് ഈ ഒരു വാഹനം. പിന്നെ മെയിൻ പർപ്പസ് ഓട്ടോഷോ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു ഓട്ടോഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 10 തുടങ്ങി 25,000 വരെ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഫണ്ടിങ്ങും കിട്ടാവുന്ന വണ്ടികളാണ്. കാരണം ഇതിന് മുന്നേ നമ്മൾ ഓട്ടോഷോയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ KL7 വാഹനമാണ്. പിന്നെ ലോ പ്രൊഫൈൽ ടയറും അലോയ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. സ്കേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, സ്പോയിലർ, വലിയ സ്പോയിലർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ ഇതുപോലത്തെ വാഹനങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എപ്പോഴും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് കച്ചവടം നടക്കാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വാഹനം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻക്വയറി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് തരാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഒരുപാട് ഫ്രണ്ട്സ് അടുത്ത് ചോദിച്ച് ഫുള്ളി മോഡിഫൈഡ് വണ്ടിയൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ പണ്ട് ഞാനൊരു 2-3 വർഷം മുന്നേ ആയിരുന്നു ഒരുപാട് ഫുള്ളി മോഡിഫൈഡ് ചെയ്ത വാഹനങ്ങളെ കൊടുക്കുന്നത്. ഇപ്പോൾ കുറവാണ്, ചുരുക്കം കിട്ടാറുമില്ല. അപ്പോൾ ഭാഗ്യത്തിന് ഇപ്പോൾ കിട്ടിയതാണ്. പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളൊരുത്തർ ഉത്തരവാദിത്വമാണ്. നമ്മൾ പെരുമാറി കാര്യങ്ങളെല്ലാം ചെയ്ത് തരും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഹോണ്ട സിറ്റി ടൈപ്പ് 2. അപ്പോൾ മച്ചാമാരെ, ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല. നമ്മുടെ ചാനൽ അതൊട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയും വെറൈറ്റി വാഹനങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.